മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിയേറ്റർ റിലീസ് പോലെ വളരെ ആകാംക്ഷയോടുകൂടി സിനിമാ ആരാധകർ കാത്തിരിക്കുന്നതാണ് OTT റിലീസിനായിട്ട്. മലയാളത്തിലെ മികച്ച ചിത്രങ്ങൾ ഉടൻ തന്നെ OTT റിലീസിനെത്തുകയാണ്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നടികർ തിലകം, വർഷങ്ങൾക്ക് ശേഷം, ആടുജീവിതം, പവി കെയർ ടേക്കർ, മലയാളി ഫ്രം ഇന്ത്യ, മാരിവില്യൻ ഗോപുരങ്ങൾ തുടങ്ങിയ ചിത്രങ്ങൾ ഉടൻ തന്നെ OTTയിൽ റിലീസിനെത്തുന്നുണ്ട്. ഈ ചിത്രങ്ങളുടെ OTT റിലീസ് തീയതികളും അവ എന്നാണ് OTT റിലീസിനെത്തുന്നതും ഏതൊക്കെ പ്ലാറ്റ്ഫോമിലൂടെയാണ് അവ OTT റിലീസിനെത്തുന്നതെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്കൊരു ആദ്യത്തെ OTT അപ്ഡേറ്റ് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ടോവിനോ തോമസിൻ്റെ നടികർ തിലകത്തിനെ പറ്റിയാണ്. ടോവിനോ തോമസ്, ഭാവന എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത ചിത്രമാണ് നടികർ. സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന ചിത്രത്തിൽ സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കലായി എത്തുന്നത് ടോവിനോ തോമസ് ആണ്. സമ്മിശ്ര അഭിപ്രായമാണ് ഈ ഒരു ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചത്. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ചിത്രം OTTയിൽ സ്ട്രീമിംഗ് ചെയ്യുന്നത്. ജൂൺ 27 മുതൽ ചിത്രം OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ. അടുത്തതായിട്ട് മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ OTT അപ്ഡേറ്റ് ആണ്. ഇന്ദ്രജിത് സുകുമാരൻ, ശ്രുതി രാമചന്ദ്രൻ, സർജാനോ ഖാലിദ്, വിൻസി അലോഷ്യസ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അരുൺ ബോസ് സംവിധാനം ചെയ്ത ചിത്രമാണ് മാരിവില്യൻ ഗോപുരങ്ങൾ. സായ് കുമാർ, ബിന്ദു പണിക്കർ, വസിഷ്ഠ്, ഉമേഷ്, ജോണി ആന്റണി, സലീം കുമാർ, വിഷ്ണു ഗോവിന്ദ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ. ജൂലൈ ആദ്യവാരം ചിത്രം OTTയിൽ സ്ട്രീമിംഗ് തുടങ്ങുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അടുത്തത് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ് ആണ്. പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം. മുരളി, വേണു എന്നിങ്ങനെ രണ്ട് സുഹൃത്തുക്കളുടെ 4 പതിറ്റാണ്ടോളം പഴക്കമുള്ള സൗഹൃദത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരെ കൂടാതെ ബേസിൽ ജോസഫ്, നിവിൻ പോളി, ആസിഫ് അലി, വിനീത് ശ്രീനിവാസൻ, കല്യാണി പ്രിയദർശൻ തുടങ്ങിയ നീണ്ട താരനിര ചിത്രത്തിൽ അണിനിരക്കുന്നു. ചിത്രം ഇപ്പോൾ സോണി ലൈവിൽ കാണാവുന്നതാണ്. അടുത്തതായിട്ട് മലയാളി ഫ്രം ഇന്ത്യ എന്ന നിവിൻ പോളി ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ് ആണ്. നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ, അനശ്വര രാജൻ എന്നിവരെ പ്രധാന കഥാപാത്രമാക്കി ഡിജോ ജോസ് ആന്റണി ഒരുക്കിയ ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് അവകാശം സ്വന്തമാക്കിയത്. ചിത്രം ഈ മാസം അവസാനത്തോടെ OTTയിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. റിലീസ് തീയതി ഹോട്ട്സ്റ്റാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് കാത്തിരിക്കുകയാണ് ആരാധകർ. അടുത്തത് ദിലീപിന്റെ പവി കെയർ ടേക്കർ എന്ന ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ് ആണ്. ദിലീപിനെ നായകനാക്കി വിനീത് കുമാർ സംവിധാനം ചെയ്ത പവി കെയർ ടേക്കർ OTTയിലേക്ക് എത്തുകയാണ്. ജൂഹി ജയകുമാർ, ശ്രേയ രുക്മിണി, റോസ്മിൻ, സ്വാതി, ദിലീന രാമകൃഷ്ണൻ എന്നിങ്ങനെ 5 പുതുമുഖ നായികമാരാണ് ചിത്രത്തിലുള്ളത്. ജോണി ആന്റണി, രാധിക ശരത് കുമാർ, നർഭജൻ ബോൾഗാട്ടി, സ്ഫടികൻ ജോർജ് തുടങ്ങിയവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ദിലീപ് നിർമ്മിച്ച ചിത്രമാണ്. ഈ ഒരു സിനിമ ജൂണിൽ OTTയിൽ റിലീസിനെത്തുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അടുത്തത് ആടുജീവിതം എന്ന ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ് ആണ്. ഇന്ത്യ ഒട്ടാകെ കാത്തിരിക്കുന്ന ഒരു OTT റിലീസാണ് ആടുജീവിതത്തിൻ്റെത്. പൃഥ്വിരാജ് നായകനായ ആടുജീവിതം ജൂൺ മാസം OTT റിലീസിനെത്തുമെന്നാണ് പ്രതീക്ഷ. തിയേറ്ററിലെ വെർഷനേക്കാൾ അധിക ദൈർഘ്യം OTTയിൽ ഉണ്ടാകും. 3.5 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയായിരിക്കുമെന്നാണ് ബ്ലെസ്സി അറിയിച്ചിരിക്കുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ബ്ലെസ്സിയുടെ സംവിധാനത്തിലിറങ്ങുന്ന ചിത്രം കൂടിയാണ് ആടുജീവിതം. OTT റിലീസിനെ കുറിച്ച് ഔദ്യോഗിക അറിയിപ്പ് വന്നിട്ടില്ല എങ്കിലും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് സിനിമയുടെ റൈറ്റ്സ് നേടിയിരിക്കുന്നതെന്നാണ് വിവരം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഇത്രയും OTT അപ്ഡേറ്റുകളിൽ നിങ്ങൾ ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന OTT റിലീസ് ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഇന്നത്തെ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.